ആണ്. എല്ലാവർക്കും വലിയ നഷ്ടമാണ് സഖാവിൻ്റെ വേർപാട്. ശേഷം വിഎസിനെ കാണുകയാണ്. പക്ഷെ ആ കാണുന്നത് ഈ ഒരു അപ്പോൾ വയ്യാതെ ആയതിനു ശേഷം ഇപ്പോഴേ കാണുന്നത്, ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. 19 ശേഷം ഇപ്പോഴാണ് കാണുന്നത്. അതാണ് ഇന്നലെ കേട്ട ഉടനെ പാലക്കാട്ടിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു ഇവിടെ രാത്രി എത്തി. ഇവിടെ തങ്ങി 8 മണിക്ക് തന്നെ ക്യൂ നിന്നു കണ്ടു. അപ്പോൾ മലയാളിക്ക് പോരാട്ടത്തിന്റെ പര്യായമാണ് VS എന്ന രണ്ടക്ഷരം. അദ്ദേഹത്തിന്റെ സമരം അത് നാടുവാഴിത്തത്തിനെതിരായി തുടങ്ങിയതാണ്. പിന്നീട് കർഷകർക്കും തൊഴിലാളി വർഗത്തിനുമൊക്കെ പരിസ്ഥിതിക്കും സ്ത്രീ സമത്വത്തിനുമൊക്കെ വേണ്ടിയുള്ള പോരാട്ടമായി. അങ്ങനെ 8 പതിറ്റാണ്ട് കാലത്തോളം അദ്ദേഹം പോരാട്ടങ്ങളിൽ നിറഞ്ഞു നിന്നു. അവസാന ശ്വാസം വരെ അദ്ദേഹം കർമ്മനിരതനായിരുന്നു. അദ്ദേഹം ഉണ്ട് എന്നുള്ളതൊരു കരുതലും ആശ്വാസവും ഒക്കെ ആയിരുന്നു സാധാരണക്കാരായ ഒട്ടേറെ പേർക്ക്. ഇനി അദ്ദേഹം ഇല്ല എന്നുള്ളതാണ്, അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ പോരാട്ടം തുടങ്ങിയത് ബാല്യകാലം മുതലാണ്. 4-ാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെടുന്നു. പിന്നീട് 11-ാം വയസ്സാകുമ്പോഴേക്കും അച്ഛൻ ഇല്ലാതെയാകുന്നു. തൻ്റെ പഠനം എന്നുള്ള മോഹമൊക്കെ അവിടെ അവസാനിപ്പിച്ച് അദ്ദേഹം പിന്നീട് പാർട്ടി ഏൽപ്പിച്ച ചുമതല, അത് കർഷക തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം സംസാരിക്കാൻ ഇറങ്ങുന്നു. അവർക്ക് വേണ്ടിയുള്ള പോരാട്ടം. അങ്ങനെയാണ് നീട്ടിക്കുറുക്കിയുള്ള ആ ഭാഷ, ആ ശൈലി രൂപപ്പെടുത്തിയത് എങ്ങനെ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. അവർക്ക് സ്റ്റഡി ക്ലാസ് എടുക്കാനായി പാർട്ടി ചുമതലപ്പെടുത്തുന്നു. പക്ഷേ തൊഴിലാളികൾക്ക് ഭയമായിരുന്നു ഇത്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ. അവർക്ക് ക്രൂരമായ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെ എങ്ങനെയെങ്കിലും ഈ ക്ലാസ്സിൽ പിടിച്ചിരുത്തുന്നതിന് വേണ്ടി തുടങ്ങിയതാണ് ഈ നീട്ടിയും കുറുക്കിയുമുള്ള ഭാഷാ ശൈലി എന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ആംഗ്യത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗ രീതി അത് എല്ലാ സാധാരണക്കാരെയും അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്.